ഈശോ മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒത്തിരിയേറെ നന്ദിയോടെ സന്തോഷത്തോടെ ഈ കൃപാഭിഷേകത്തിലേക്ക് ക്ഷണിക്കുന്നു. ഈ മണിക്കൂറിൽ കർത്താവിൻ്റെ വലിയ കൃപ ഞങ്ങൾ ഓരോരുത്തരുടെ മേലും ചൊരിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ശ്രവിക്കുന്ന വചനം വളരെയധികം ദൈവകൃപ നിറഞ്ഞ കൃപ നമുക്ക് ലഭിക്കുന്നൊരു വചനമാണ് നാം ധ്യാനിക്കുക. എസെക്കിയേലിൻ്റെ പുസ്തകം 36-ാം അധ്യായം 22 മുതലുള്ള തിരുവചനം. ഇസ്രായേൽ ഭവനത്തോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഭവനമേ, നിങ്ങളെ പ്രതിയല്ല, നിങ്ങൾ എത്തിച്ചേർന്ന ജനതകളിടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയ എൻ്റെ നാമത്തെ പ്രതിയാണ് ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നത്. ജനതകളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയ എൻ്റെ ശ്രേഷ്ഠനാമത്തിൻ്റെ പരിശുദ്ധി ഞാൻ തെളിയിക്കും. തങ്ങളുടെ കൺമുമ്പിൽ വെച്ച് നിങ്ങളിലൂടെ എൻ്റെ പരിശുദ്ധി ഞാൻ വെളിപ്പെടുത്തുമ്പോൾ ഞാനാണ് കർത്താവെന്ന് ജനതകൾ അറിയും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജനതകളിടയിൽ നിന്നും സകല ദേശങ്ങളിൽ നിന്നും ഒരുമിച്ച് കൂട്ടി സ്വദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരും. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും. നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശത്ത് നിങ്ങൾ വസിക്കും. നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. എല്ലാ അശുദ്ധിയിൽ നിന്നും നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. ധാന്യങ്ങൾ സമൃദ്ധമായി ഉണ്ടാകാൻ ഞാൻ കൽപ്പിക്കും. നിങ്ങളുടെ ഇടയിൽ ഇനിമേൽ ഞാൻ പട്ടിണി വരുത്തുകയില്ല. പട്ടിണി മൂലമുള്ള അപകീർത്തി ഇനി ഒരിക്കലും നിങ്ങൾ ജനതകളുടെ ഇടയിൽ സഹിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ വൃക്ഷങ്ങളുടെ ഫലങ്ങളും വയലുകളിലെ വിളവുകളും സമൃദ്ധമാക്കും. അപ്പോൾ നിങ്ങളുടെ ദുർമാർഗങ്ങളും ദുഷ്പ്രവൃത്തികളും നിങ്ങൾ ഓർക്കുകയും നിങ്ങളുടെ തെറ്റുകളെയും നിന്ദ്യമായ പ്രവൃത്തികളെയും കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നുകയും ചെയ്യും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെ പ്രതിയല്ല ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ഇസ്രായേൽ വംശമേ, നിന്റെ പ്രവൃത്തികളോർത്ത് ലജ്ജിച്ച് തല താഴ്ത്തുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദിവസം നാം കേൾക്കുന്ന ഈ വചനം വളരെയധികം കൃപ നിറഞ്ഞ വചനമാണ്. ദൈവം നമ്മളോട് കാണിക്കുന്ന വലിയ കാരുണ്യത്തിന് നമുക്ക് നന്ദി പറയാം. ശരിക്കും ഈ വചനത്തിൻ്റെ അർത്ഥം എന്താ? ദൈവം പറയാ, ഞാൻ ചരിത്രത്തിൽ ഇടപെടാൻ പോകുക. നിങ്ങളുടെ ദൈവം എവിടെ, നിങ്ങളുടെ ദൈവം എവിടെ എന്ന് ചോദിക്കുന്ന ജനതകളുടെ ഇടയിൽ ഞാൻ നേരിട്ട് ഇടപെടാൻ പോവാം. ഇതാണ് ദൈവത്തിൻ്റെ വചനം. തമ്പുരാൻ നേരിട്ട് ഇടപെട്ടിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പറയാണ്, നിങ്ങളുടെ ശുദ്ധജലം തളിക്കും. പാപത്തിൻ്റെ മാലിന്യം മൂലം അന്ധകാരത്തിന് അടിമപ്പെട്ട്, അശുദ്ധിക്ക് അടിമപ്പെട്ട്, നിരാശയ്ക്ക് അടിമപ്പെട്ട് തകർന്നുപോയ ജീവിതങ്ങളുടെ മേൽ ദൈവം തൻ്റെ ആത്മാവിനെ വർഷിക്കുമെന്നുള്ള വാഗ്ദാനമാണ് ഇവിടെ നൽകുന്നത്. എസെക്കിയേൽ പ്രവാചകനിലൂടെ ദൈവം നൽകുന്നത് ഏറ്റവും വലിയൊരു വാഗ്ദാനം, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വാഗ്ദാനം. ശരിക്കും ഈ വചനം ആരെക്കുറിച്ചാണ്? എന്ത് തരുമെന്നാണ്? ശുദ്ധജലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പരിശുദ്ധാത്മാവാണ്, ജീവജലമാണ്. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 10 തൊട്ടുള്ള വചനം നാം ധ്യാനിക്കുമ്പോൾ സമരയക്കാരോട് ദൈവം പറയുന്ന ജീവജലമുണ്ട്. ആ ജീവജലമാണ്, അത് പരിശുദ്ധാത്മാവാണ്. നമുക്കറിയാം ഈശോ പറയുന്ന ആ പരിശുദ്ധാത്മാവാണ്. ഇതാണ് ഇവിടെ എസെക്കിയേലിനോട് പ്രവചിക്കുക. ഭാവിയിൽ സംഭവിക്കാൻ പോവുക. എൻ്റെ ജനത്തിൻ്റെ മേൽ ഞാൻ പരിശുദ്ധാത്മാവിനെ വർഷിക്കും. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്, അശുദ്ധിയുടെ അടിമത്തത്തിൽ നിന്ന്, സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരും. നിങ്ങളുടെ ശിലാഹൃദയം എടുത്തു മാറ്റിയിട്ട് മാംസള ഹൃദയം വെച്ച് പിടിപ്പിക്കും. ഒരു വലിയൊരു ട്രാൻസ്പ്ലാന്റേഷൻ നടക്കാൻ പോകുക. കർത്താവ് ഹൃദയം മാറ്റിവെക്കാൻ പോവുക. നമ്മുടെ ഹൃദയം മാറ്റിവെക്കുക. ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. ശരിക്കും പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഒരുവന് സംഭവിക്കുന്നതും ഈ ഒരു സംഭവമാണ്. അവൻ്റെ ഹൃദയം മാറ്റിവെക്കുക, അവൻ്റെ കാഴ്ചപ്പാട് മാറുക, അവൻ്റെ ബോധ്യങ്ങൾക്ക് മാറ്റം വരിക, അവൻ്റെ എല്ലാ ബന്ധങ്ങളിലും മാറ്റം വരിക, സ്നേഹത്തിന് സാക്ഷിയായിട്ട് മാറാൻ പോവുക, പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയായിട്ട് ആ വ്യക്തി തീരാൻ പോവുക. അതുകൊണ്ട് ഇവിടെ വെച്ച് പരിശുദ്ധാത്മാവിനെയാണ് വാഗ്ദാനം ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന് അപ്പോസ്തല പ്രവർത്തനത്തിൽ ഈശോ വ്യക്തമായിട്ട് തിരുവചനത്തോടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനം, എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ
എനിക്ക് സാക്ഷികൾ ആയിരിക്കുകയും ചെയ്യും. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിൻ്റെ 4-5 വചനമുണ്ട്. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകുകയും നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ സ്നാനമേൽക്കും. വീണ്ടും വചനം പറയാം, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 37, 38, 39. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവൻ ഇത് പറഞ്ഞത് തന്നെ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു, എന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. വീണ്ടും ഒരു ശക്തമായ വചനമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഉന്നതമായ അഭിഷേകം നമുക്ക് കിട്ടുമ്പോൾ അതിന് ആഴങ്ങളിലേക്ക് പോകാൻ മറ്റൊരു വലിയ വചനം, യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വചനം. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. അതായത് ഈശോയുടെ കാൽവരി ബലിയിലൂടെയാണ് ജീവൻ ഒടുക്കപ്പെടാം. ഈ അരൂപിയെ നൽകപ്പെടാൻ പോകുന്നത് കർത്താവിൻ്റെ കാൽവരി ബലിയുടെ സമയത്താണ്. അവിടെ പറയാണ്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. 2 തരത്തിൽ ഉയർപ്പാണത്. കർത്താവ് കാൽവരിയിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ കുരിശിൽ 3 ആണുകളിൽ ഉയർത്തപ്പെട്ടു നിൽക്കുന്ന സമയം, അവൻ കുരിശിൽ മരിക്കുന്ന സമയം, അവൻ്റെ ചങ്കിലേക്ക് പടയാളി കുന്തം കൊണ്ട് കുത്തുന്ന സമയം, ആ സമയത്ത് അവൻ്റെ ചങ്കിൽ നിന്ന് ജീവജലം ജീവരക്തം ഒഴുകുന്ന സമയം. അങ്ങനെയാണ് ജീവൻ കിട്ടാൻ പോകുന്നത്. മുഴുവൻ ജനതയ്ക്കും അരൂപിയുടെ അഭിഷേകം കിട്ടുന്നത് അങ്ങനെയാണ്. ശരിക്കും യോഹന്നാൻ്റെ സുവിശേഷം നാം ധ്യാനിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞ് യോഹന്നാൻ ശരിക്കും പെന്തക്കുസ്തയെക്കുറിച്ച് യോഹന്നാൻ പറയും. ശരിക്കും യോഹന്നാൻ്റെ ദൈവശാസ്ത്രം അനുസരിച്ച് ഈശോ മരിച്ച സമയത്താണ് ശരിക്കും പെന്തക്കുസ്ത സംഭവം ഉണ്ടാകുന്നത്. ഈശോ മരിക്കും, ഈശോയുടെ ചങ്കിലേക്ക് പടയാളി കുന്തം കൊണ്ട് കുത്തുമ്പോൾ ചോരയും വെള്ളവും ഒഴുകുക, അതാണ് ലോകത്തിലേക്ക് വീണത്. അതാണ് ഈ പടയാളിയുടെ കണ്ണിലേട്ട് വീഴുന്നത്. ആ സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ കാണാം. സദാദൈവം വിളിച്ചു പറയുക, അവൻ സത്യമായ ദൈവോത്തരനാണ് വിളിച്ചു പറയുക. പടയാളി വിളിച്ചു പറയുക, സത്യമായ ദൈവോത്തരനാണ് പറയുക. പാറകൾ പിളരുക. എന്താ അവിടെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത്? ഈശോയുടെ ചങ്ക് തുറക്കപ്പെടുമ്പോൾ എന്താ ഇത്ര വലിയ മാറ്റങ്ങൾ സംഭവിച്ചതുകൊണ്ട്? ഈശോയുടെ ചങ്ക് തുറന്ന സമയത്ത് സംഭവിക്കാൻ കാരണമെന്ത്? കാരണം മറ്റൊന്നുമില്ല, ആ സമയത്താണ് പരിശുദ്ധാത്മാവിനെ ഈ പ്രപഞ്ചം മുഴുവൻ്റെ മേലും വർഷിക്കപ്പെട്ടത്, നാം സുഖപ്പെട്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കൾ, വീണ്ടും വചനമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വചനം. ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു, ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവം ആത്മാവിനെ കൊടുക്കുകയാണ്. ശരിക്കും ഈശോ കുരിശിൽ വെച്ച് തൻ്റെ ആത്മാവിനെ ലോകം മുഴുവൻ്റെ മേലും വർഷിക്കുക. നമ്മുടെ മേലുള്ള ബന്ധനങ്ങൾ അഴിക്കാൻ വേണ്ടിയാ, തിന്മയുടെ ശക്തി വിട്ടുപോകാൻ വേണ്ടിയാ, എസെക്കിയേൽ പ്രവാചനത്തിൽ പറഞ്ഞ പോലെ അശുദ്ധി വിട്ടുപോകാൻ വേണ്ടിയാ, പൈശാചിക ശക്തികൾ വിട്ടുപോകാൻ വേണ്ടിയാ. പ്രിയപ്പെട്ടവർ, ഇവിടെ എന്താണ് സംഭവിക്കേണ്ടത്? ശരിക്കും നമ്മൾ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി നമ്മൾ ദാഹിച്ച് പ്രാർത്ഥിക്കണം. അരൂപിയുടെ നിറവിനായിട്ട് ഹൃദയം തുറന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. അടുത്തത്, ഈ അരൂപിയുടെ അഭിഷേകം ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിക്കുന്ന എപ്പോഴാണ്? ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധ കുർബാനയുടെ മണിക്കൂറില്ല. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് അഭിഷിക്തൻ പ്രാർത്ഥിക്കുമ്പോൾ, സഭയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ദിവ്യ രഹസ്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ചു വരുത്തുമ്പോൾ, ആ സമയത്താണ് ശരിക്കും ഈ പ്രപഞ്ചം മുഴുവൻ്റെ മേലും ഈ പരിശുദ്ധാത്മാവിനെ വർഷിക്കപ്പെടുന്നത്. ആ സമയത്താണ് നമ്മൾ വലിയ മാറ്റങ്ങൾ വരുന്നത്. ശരിക്കും ദൈവജനം തിരിച്ചറിയണം, നമുക്ക് മാറ്റമുണ്ടാകാൻ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം, അപ്പോസ്തലന്മാരുടെ ജീവചരിത്രം പഠിക്കും. നമുക്കറിയാം, 3 വർഷം ഈശോയുടെ കൂടെ നടന്നവരാ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കണ്ടു, രോഗശാന്തികൾ കണ്ടു, ഈശോ ജലത്തിന് മീതെ നടക്കുന്നത് കണ്ടു, കാറ്റിനെയും കൊടുങ്കാറ്റിനെയും ശാസിച്ച് നിയന്ത്രിക്കുന്നത് കണ്ടു, പിശാചിനെ ബഹിഷ്കരിക്കുന്നത് കണ്ടു, മരിച്ച ലാസറെ ഉയർപ്പിക്കുന്നത് കണ്ടു. ഇതെല്ലാം കണ്ടിട്ടും ഈശോയുടെ പീഡാസഹനത്തിന്റെ മണിക്കൂറിന്റെ ആരംഭത്തിൽ നമുക്കറിയാം, ശിഷ്യന്മാർ ഓടി ഒളിക്കുക. ഒരു സഹനം വന്നപ്പോൾ വിട്ടുപോകുക, സഹനം വന്നപ്പോൾ മനസ്സ് മാറുക, നിരാശ കയറുക. എമ്മാവുസിലേക്ക് പോകുന്ന ശിഷ്യന്മാർ നമുക്കറിയാം, അവർ ജെറുസലേമിൽ നിന്ന് എമ്മാവുസിലേക്ക് പോവുക, ദൈവത്തിന്റെ നഗരം വിട്ടു പോകുക. അവർ തളർന്നു, മനസ്സ് തളർന്നു. കാരണം ഇവർ എന്തൊരു കുറവ് അനുഭവപ്പെടുന്നുണ്ട്. ഈ കാലഘട്ടത്തെ നോക്കുമ്പോൾ കാണാൻ പറ്റും, ഒരുപാട് കുറവ് അനുഭവപ്പെടുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ പറ്റുന്നില്ല, ആഗ്രഹിക്കാതെ തിന്മ ചെയ്തു പോകുക. ഒരു ശക്തി കുറവുണ്ട്, അധ്വാനിക്കാൻ ശക്തി കിട്ടുന്നില്ല, ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ ധൈര്യം കിട്ടുന്നില്ല, ശക്തി കിട്ടുന്നില്ല, പ്രാർത്ഥിക്കാൻ ശക്തി കിട്ടുന്നില്ല, നിലനിൽപ്പ് കിട്ടുന്നില്ല.
രാത്രി മുഴുവൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹം, പക്ഷെ പറ്റുന്നില്ല. കുടുംബത്തിൽ വിശുദ്ധമായ ജീവൻ നയിക്കാൻ ആഗ്രഹം പറ്റുന്നില്ല. അനേകർ പറയാറുണ്ട്, എനിക്ക് വിശുദ്ധനാകണം, ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. കാരണം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ കുറവ് അനുഭവപ്പെടുന്നു. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ 17-ാമത്തെ വചനമാണ്. നിങ്ങളുടെ ബലിയുടെയും വിശ്വാസത്തിൽ നിന്നുള്ള ശുശ്രൂഷയുടെ മേൽ ഒരു നൈവേദ്യമായി എൻ്റെ ജീവൻ ചൊരിയേണ്ടി വന്നാൽ തന്നെയും ഞാൻ അതിൽ സന്തോഷിക്കുകയും നിങ്ങളെല്ലാവരോടും കൂടെ ആനന്ദിക്കുകയും ചെയ്യും. പൗലോസ്ലീഹ ഇത് പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താ? ശരിക്കും പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ ഒരുപാട് തിക്താനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്, നിരവധി ബന്ധനങ്ങൾ കയറി വരുന്നുണ്ട്, ഒരുപാട് കഷ്ടത വരുന്നുണ്ട്, സുവിശേഷത്തിന് വേണ്ടി ഒരുപാട് പീഡനമേൽക്കുന്ന മനുഷ്യന്. പക്ഷേ ആ മനുഷ്യന് തളർന്നു പോകുന്നില്ല, വിശ്വാസത്തിന് പുറകോട്ട് പോകുന്നില്ല. ഈ കാലയളവ് കാണാൻ പറ്റും, ഒത്തിരി മക്കൾ പുറകോട്ട് പോവുക. ഒരു ധ്യാനം കൂടുമ്പോൾ ഭയങ്കര വിശ്വാസം, ഭയങ്കര തീഷ്ണത കാണിക്കുന്നതാണ്, പക്ഷെ അത് കഴിയുമ്പോൾ അങ്ങ് പോവുക. എന്താ ഇവരൊരു ഇമോഷൻ, ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോ ഇതൊരു ഇമോഷണലായിട്ട് മാത്രം പോവുകയാണോ? ഈ സ്തുതിപ്പം പ്രാർത്ഥന കഴിയുമ്പോൾ ഒരു ഇമോഷൻ മാത്രമാണോ വർക്കൗട്ട് ചെയ്യുന്നത്? അതൊരു അഭിഷേകം കിട്ടുന്നില്ലേ? അത് ചില വ്യക്തികൾ കാണാൻ പറ്റിയ കാലയളവിൽ അവർ അഭിഷേകം കിട്ടുന്ന മക്കൾ, അവർ നിലനിൽക്കുന്ന മക്കൾ, കാരണം പരിശുദ്ധാത്മാവ് അവരുടെ മേൽ പെയ്തിറങ്ങിയിരിക്കുക. അവരുടെ ഹൃദയത്തിൽ വലിയൊരു മാറ്റമാണ്, ആ സംസാരത്തിന് ഭയങ്കര മാറ്റമാണ്. ചീത്ത പറഞ്ഞ് നടക്കുന്ന മനുഷ്യൻ ഇത് ചീത്ത പറയാതെ നല്ല വാക്കുകൾ പറയുന്നു, നല്ലത് സംസാരിക്കുന്നു. ചില മക്കൾ എനിക്കറിയാം, ഒരു സാബത്ത് ദിവസമൊക്കെ വളരെ കൃത്യമായിട്ട് അത് പാലിക്കുന്ന മക്കൾ, 24 മണിക്കൂറും ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന, സാബത്ത് ദിവസം വിശുദ്ധ ദിനമായിട്ട്, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധ ദിനമായിട്ട് കൊണ്ടാടുന്ന ഒത്തിരിയേറെ മക്കൾ ലോകത്തുണ്ട്. പക്ഷെ ഇവിടെ പറ്റുന്ന പ്രശ്നം എന്താ? അഭിഷേകം കുറയുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്കറിയാം, കഴിഞ്ഞിടയ്ക്ക് ഞങ്ങളുടെ ധ്യാനത്തിൽ, നമ്മുടെ ഇവിടുത്തെ ധ്യാനത്തിൽ വന്ന് പങ്കെടുത്ത ഒരു സഹോദരൻ പറയുകയായിരുന്നു. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ 3-ാമത്തെ ധ്യാനമാണ് ഈ സെൻറ്ററിൽ വന്ന് കൂടുന്നത്. 2-3 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇവിടെ ധ്യാനം വന്നുകൂടി. അത് ഒത്തിരി തിന്മയ്ക്ക് അടിമപ്പെട്ട വ്യക്തി. അദ്ദേഹത്തിൻ്റെ രോഗം കൂടി ഉണ്ടായിരുന്നു, നടുവ് സംബന്ധമായ വേദന. 10-25 വർഷമായിട്ട് ഈ രോഗിയായ വ്യക്തിയായിരുന്നു. അദ്ദേഹം ധ്യാനം കൂടിയപ്പോൾ അന്ന് അവർ പറയാണ്, അച്ഛൻ പറഞ്ഞത് വേറൊന്നും നിങ്ങൾ ചോദിക്കേണ്ട, പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ഈ ധ്യാനത്തിൽ പ്രാർത്ഥിച്ചാൽ മതി, മറ്റെല്ലാ യാചനകളും അപേക്ഷകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പരിശുദ്ധാത്മാവെന്ന് അറിയാൻ വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ അച്ഛൻ പറഞ്ഞു. അതനുസരിച്ച് അച്ഛൻ ഞാൻ ആ ശുശ്രൂഷ സമയത്ത് മുഴുവൻ ഒറ്റ കാര്യം, എനിക്കിനി ഒന്നും വേണ്ട, എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം മാത്രം മതി, പരിശുദ്ധാത്മാവ് മാത്രം മതി, ഇത് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം പറയുന്നത്, ധ്യാനത്തിൻ്റെ അവസാന മണിക്കൂറിൽ വലിയൊരു പെരുമഴ പെയ്തിറങ്ങുന്ന പോലത്തെ അനുഭവം എനിക്കുണ്ടായി. എൻ്റെ ആത്മാവിന് ജീവൻ കിട്ടി. ഞാൻ വീട്ടിൽ തിരിച്ചെന്നപ്പോൾ എൻ്റെ രോഗം മാറിയതായിട്ട് ഞാൻ കണ്ടു. രണ്ടാമതായിട്ട് എൻ്റെ മുഖത്തിനെല്ലാം ഒരു മാറ്റം. എൻ്റെ ഭാര്യ പറയുന്നു, എൻ്റെ മക്കൾ പറയുന്നു, പപ്പയ്ക്ക് ഭയങ്കര മാറ്റം, നല്ല ചേഞ്ച് സംഭവിച്ചിരിക്കുന്നു, ദുശ്ശീലങ്ങളൊക്കെ വിട്ടുമാറി, എനിക്ക് മറ്റുള്ളവരോട് നല്ല സഹകരിക്കാൻ പറ്റുന്നു, ദേവാലയത്തിൽ പോകാൻ പറ്റുന്നു, പ്രാർത്ഥിക്കാൻ പറ്റുന്നു, വലിയ മാറ്റം വരിക. ഞാൻ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുന്നു, ആളുകൾ ധ്യാനത്തിന് വിടുന്നു. ഞാൻ ആളുകളോട് ചെന്ന് പറയുന്നു, ഒരു പാപിയോട് പറയുക, മോനെ നീ പോയി ധ്യാനത്തിന് പോകും എന്ന് പറയുമ്പോൾ അവൻ അനുസരിക്കുക. പക്ഷെ ഇപ്പം ആരോട് പറഞ്ഞാൽ അവർ കേൾക്കുക, വലിയൊരു മാറ്റം വരിക. അത് ഭയങ്കര സന്തോഷത്തോടെ പറയുക. അപ്പം ഞാൻ പറഞ്ഞു, എന്താ ചെയ്യുന്നത്? കാരണം ശരിക്കും എന്താണ്, ആ ധ്യാനത്തിൽ വെച്ച് ഈ മനുഷ്യൻ ഒരേ ഒരു ലക്ഷ്യം വെച്ച് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ചു, അഭിഷേകം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു, കൃപ നിറയാൻ വേണ്ടി നിഷ്കളങ്കമായ ഹൃദയത്തോട് പ്രാർത്ഥിച്ചു, മറ്റ് സ്വാർത്ഥ മോഹങ്ങളൊക്കെ മാറ്റിവെച്ചു, ഭൗതികമായ ലാഭങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മാറ്റിവെച്ചു. 1 കൊരിന്ത്യർ 15-19 ഒരു ശ്രേഷ്ഠമായ വചനമുണ്ട്. ഈ ലോക ജീവിതത്തിന് വേണ്ടിയാണ് നാം യേശു ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളത് എങ്കിൽ നാം മറ്റെല്ലാവരെക്കാളും നിർഭാഗ്യരാണ്. ചില മക്കളുണ്ട്, ധ്യാനം കൂടുന്നു, പ്രാർത്ഥിക്കുന്നു, ലക്ഷ്യം എന്താണ്? വെറും ഭൗതികമായ നന്മ. മക്കളെ, നമ്മുടെ പ്രശ്നം തീരില്ല. ഈ വെള്ളം, ഈശോ പറഞ്ഞല്ലോ, ഈ ജലം കുടിക്കുന്നവന് വീണ്ടും വീണ്ടും ദാഹിക്കും. ഈ ഭൂമിയിലെ മുഴുവൻ സ്വത്തും നമുക്ക് കിട്ടിയാലും നമ്മുടെ പ്രശ്നം തീരില്ല. ഒരു പ്രശ്നം തീരുമ്പോൾ അടുത്ത പ്രശ്നം വരികയാണ്. പക്ഷെ ശരിക്കും കിട്ടേണ്ടത്, ഈശോ സമരക്കാർ പറഞ്ഞു, ജീവജലവാ കിട്ടേണ്ടത്, വേറൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. ഈ പച്ചവെള്ളം കുടിച്ച് നാളെ നീ വരണം, എന്നും വരേണ്ടി വരും. നിന്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രശ്നം തീരും, നിന്റെ ദാഹം തീരുന്നില്ല. മനുഷ്യ ശരീരത്തിൻ്റെ ദാഹം തീരില്ല, കുടിക്കുമ്പോൾ മാത്രം ദാഹം തീരും. കുറച്ച് മണിക്കൂർ വീണ്ടും അതേ ദാഹം അതേപോലെ കയറുക. ധനാസക്തി, ജഡികാസക്തി, മദ്യാസക്തി, പേരിന് പെരുമയ്ക്ക് വേണ്ടിയുള്ള ആസക്തി ഈ കാലഘട്ടത്തിന് ശമിക്കുന്നില്ല. കാരണം എന്താ? പരിശുദ്ധാത്മാവ് നിറയുന്നില്ല, വചനം കൊണ്ട് നിറയ്ക്കുന്നില്ല, ഹൃദയത്തോടെ അരൂപി നിറയുന്നില്ല. അതുകൊണ്ട് ദാഹിക്കണം. ധ്യാനകേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ ഒറ്റ പ്രാർത്ഥന മാത്രം, കർത്താവേ, ആദ്യ പെന്തക്കോസ്തായിൽ അപ്പോസ്തലന്മാരെ നിറഞ്ഞ അതേ അഭിഷേകം എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി ഒരുങ്ങണം, കരഞ്ഞ് പ്രാർത്ഥിക്കണം, എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം, വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കണം, നല്ല മാറ്റം വരുത്തണം, കാപട്യം വരണം. കപട്ടത കർത്താവിന് ഇഷ്ടമില്ലാത്തതാ. പലപ്പോഴും ആധ്യാത്മിക ജീവിതത്തിൽ ഒരടി പോലും വളരെയല്ല കാപട്യം നിറഞ്ഞ ആത്മീയതയുള്ള വ്യക്തികൾ.
പുറമെ ആത്മീയ ജീവിതത്തിൻ്റെ നല്ല പെരുമാറ്റം കാണിക്കും, പക്ഷെ ഉള്ളിൽ മുഴുവനും ബന്ധനമാ, ഉള്ളിൽ മുഴുവൻ പൈശാചിക ശക്തിയാ, ഉള്ളിൽ അഹങ്കാരം നിൽക്കുക, സ്വാർത്ഥത നിൽക്കുക. അവിടെ അഭിഷേകം കിട്ടുന്നില്ല, പരിശുദ്ധാത്മാവ് നിറയുന്നില്ല. ഇവിടെ കാണാൻ പറ്റും, നമുക്കറിയാം അപ്പോസ്തല പ്രവർത്തനത്തിൽ 8-ാം അധ്യായത്തിൽ ശമയോൻ എന്ന് പറയുന്ന ഒരാൾ പത്രോസിൻ്റെ അടുത്ത് വന്നിട്ട് അനുഗ്രഹം പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം കിട്ടാൻ വേണ്ടി പണം കൊടുക്കുന്നതാണ്. ഞാൻ പണം തരാം, നിങ്ങൾ ചെയ്യുന്ന പോലെ എനിക്കും അഭിഷേകം കൊടുക്കണം. പണം കൊടുത്ത് അഭിഷേകം വാങ്ങിക്കാൻ പോകുന്നവൻ എവിടെ കിട്ടാനാ? പണം കൊടുത്ത് അഭിഷേകം മേടിക്കുക. പണം കൊടുത്ത് അഭിഷേകം കിട്ടില്ല, എന്തേലും കാണിച്ചാലും കിട്ടില്ല. കാരണം ആ മനുഷ്യൻ്റെ ഉള്ളിൽ എന്താ? ഈ ഒരു ശക്തി കാണിക്കാനുള്ള ഒരു വെപ്രാളവാ, ഒരു പേരിനും പെരുമിക്കേണ്ട പരിപാടിയാ. മാറ്റിവെക്കണം ഇത്. എന്നിട്ട് കാപട്യം മാറ്റി വെച്ചിട്ട് ഹൃദയം ഉരുകി പ്രാർത്ഥിക്കും. ആദിമസഭയിൽ നമുക്കറിയാം അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായത്തിൽ നല്ലൊരു തിരുവചനം നാം വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായത്തിൻ്റെ 30-31 വചനം. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദൈവമക്കൾ അതുപോലെ അപ്പോസ്തലന്മാർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുക. ഒറ്റ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ വേറൊന്നും ചോദിക്കുന്നില്ല. കർത്താവേ, സുവിശേഷം പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് അഭിഷേകം തരണമേ. പരിശുദ്ധാത്മാവിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 23 മുതൽ 31 വരെയുള്ള തിരുവചനം വായിക്കുമ്പോൾ കാണാൻ പറ്റും, അവർ അഭിഷേകത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക. അപ്പോൾ അത് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന ഭവനം കുലുങ്ങിയെന്നാ പറഞ്ഞത്. ആരെങ്കിലും പിടിച്ചു കുലുക്കിയതല്ലത്, പിടിച്ചു കുലുക്കുന്നതല്ല, ലൗകികമായ കുലുക്കല്ല അവിടെ നടന്നത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഇവരെല്ലാം ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുക, അഭിഷേകത്തിൻ്റെ സന്തതികളായിട്ട് അവർ മാറുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, എസെക്കിയേൽ പ്രവാചകനോട് ദൈവം പ്രവചിച്ചു, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, ഞാൻ നിങ്ങളെ എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ മോചിപ്പിക്കും, ഞാൻ നിങ്ങളുടെ ഹൃദയം എടുത്തു മാറ്റി കഠിന ഹൃദയം പാറ പോലുള്ള ഹൃദയം എടുത്ത് മാറ്റിയിട്ട് മാംസമുള്ള ഹൃദയം വെച്ച് പിടിപ്പിച്ച് എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ ഞാൻ വർഷിക്കുമെന്ന് പറഞ്ഞ ആ വലിയ വാഗ്ദാനം ഇന്നും കർത്താവ് കൊടുക്കുകയാണ്. ജോയൽ പ്രവാചകൻ പറഞ്ഞു, അവസാന നാളുകളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ എൻ്റെ ദാസന്മാരുടെയും എൻ്റെ ദാസികളുടെ മേൽ വർഷിക്കും. ആ വചനം വലിയ വചനമാണ്. എൻ്റെ ദാസൻ, എൻ്റെ ദാസി, ദൈവത്തിൻ്റെ ദാസനാകുക, ദാസിയാകുക. പരിശുദ്ധ അമ്മയ്ക്കാണല്ലോ ഏറ്റവും കൂടുതൽ കൃപ കിട്ടിയത്, ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടി പരിശുദ്ധ അമ്മയ്ക്ക്. അതുകൊണ്ട് വചനം മാംസമായിട്ട് വരികയാണ്. അതിന് കാരണം എന്താണ്? കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം എന്നെ നിറവേറട്ടെ. ദാസനും ദാസിയും, കർത്താവി നിന്റെ ദാസൻ, നിന്റെ ദാസി എന്ന് വാക്ക് പറയുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം ഒത്തിരി ആഴമുള്ളതാണ്. ഒരു ദാസനാകുക, യജമാനൻ്റെ അടുത്ത് ഞാൻ അവിടുത്തെ സെർവൻറ്റ്, ഐ ആം ദ സെർവൻറ്റ്, ഞാൻ ദാസനാണ്, ഞാൻ ദാസനാണ്, ദാസിയാണെന്ന് പറയുന്ന ആ ഒരു മനോഭാവം അതുണ്ടായാൽ ആ വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവ് നിറയും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 66-ാമത്തെ വചനം, ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെ ഞാൻ കടാക്ഷിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം സഭയിലേക്ക് ദൈവം വർഷിക്കുന്നു. ആ വർഷിക്കുന്ന ഏറ്റവും മൂർത്ത സമയം, ഏറ്റവും പ്രധാനപ്പെട്ട സമയം വിശുദ്ധ കുർബാനയാണ്. പരിശുദ്ധ ബലി, കാൽവരി ബലി അർപ്പിക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഈ കൃപ സഭാ മക്കളുടെ മേൽ, സഭയുടെ ശരീരത്തിൻ്റെ മേൽ വർഷിക്കപ്പെടുന്നു. ഈ അഭിഷേകം നമ്മിലേക്ക് ഒഴുകിയിറങ്ങണമെങ്കിൽ നമുക്ക് വിശ്വാസത്തോടെ നമ്മൾ സമീപിക്കണം, ഉള്ളുരുകി പ്രാർത്ഥിക്കണം. ആ ഹൃദയം ശുദ്ധമായിരിക്കണം. ദാസനും ദാസിയുമായിരുന്നുകൊണ്ട് അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പം ആരാധന ആരംഭിക്കുന്നു. ഈ ആരാധന സമയത്ത് എല്ലാ മക്കളുടെ മേലും കൃപ നിറയപ്പെടട്ടെ നമുക്ക് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇപ്പം നടക്കുന്നുണ്ട്. ഇത് സ്വീകരിക്കാൻ ഒറ്റ കാര്യം, നീ ദാസനാകുക, ദാസിയാകുക. അത് മറ്റാരുടെയും അല്ല, മറ്റാരുടേതായിട്ട് കാര്യമില്ല. നീ ദൈവത്തിൻ്റെ ദാസനാകുക, ദാസിയാകുക. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഏറ്റവും പവർഫുള്ളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആരാധനയിൽ പങ്കുചേരും. കൃപ ചൊരിയുമോ എൻ്റെ കർത്താവേ, കരുണക്കടലേ എൻ്റെ തളർന്നിരിക്കുന്ന ജീവിതങ്ങളിലേക്ക് കൃപ ചൊരിയുമോ എൻ്റെ കർത്താവേ, കരുണക്കടലേ
എന്റെ കർത്താവേ, ശുദ്ധജലം തളിക്കണേ ഈ മക്കളുടെ കുടുംബങ്ങളിൽ. കൃപ ചൊരിയുമോ എന്റെ കർത്താവേ, കരുണക്കടലേ എന്റെ പൈശാചിക ശക്തിയുള്ള ബന്ധനം അഴിച്ചു കളയണമേ. കൃപ ചൊരിയുമോ എന്റെ കർത്താവേ, കരുണക്കടലേ എല്ലാ യുവതി യുവാക്കളുടെ മേലും പഠിക്കുന്ന കുഞ്ഞുമക്കളുടെ മേലും കൃപ ചൊരിയുമോ എന്റെ കർത്താവേ, ശക്തമായ അഭിഷേകം ചൊരിയണേ കർത്താവേ. കരുണക്കടലേ എന്റെ എല്ലാ രോഗികളുടെ മേലും ഇപ്പൊ തന്നെ കൃപ ചൊരിയണേ. കൃപ ചൊരിയുമോ എന്റെ കർത്താവേ, കരുണക്കടലേ എന്റെ സ്തുതിക്കാം, ഒന്നിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തടസ്സങ്ങളെല്ലാം മാറട്ടെ, ബന്ധനം അടിയട്ടെ, രോഗങ്ങളെല്ലാം വിട്ടുപോകട്ടെ, പൈശാചിക സ്വാധീനം വിട്ടുപോകട്ടെ, കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ, മാതാപിതാക്കളിൽ നിന്ന് വിട്ടുപോകട്ടെ, തലമുറകളിൽ നിന്ന് വിട്ടുപോകട്ടെ. എല്ലാ കുടുംബങ്ങളെ ബന്ധനം അടിക്കണമേ. കർത്താവിന്റെ സാന്നിധ്യം വർഷിക്കണമേ. കർത്താവിന്റെ ആത്മാവിനെ വർഷിക്കണമേ. ഇപ്പോൾ എല്ലാ മക്കൾക്കും കൃപ കൊടുക്കണമേ, വലിയ കൃപകൾ കൊടുക്കണമേ. രോഗശാന്തി വരം, പ്രവചന വരം, ഭാഷാവരം, വിശ്വാസവരം, സഹനവരം, മധ്യസ്ഥ പ്രാർത്ഥനാവരം, ക്ഷമിക്കുവാൻ വരം, സഹിക്കുവാൻ വരം, കർത്താവെ സുവിശേഷം പ്രസംഗിക്കുവാൻ വരം, അങ്ങയുടെ വചനത്തിൽ സാക്ഷ്യം വഹിക്കാൻ വരം കൊടുക്കണേ കർത്താവെ. ദുഷ്ടപിശാചുകൾ ബഹിഷ്കരിക്കണേ കർത്താവെ. ഈ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ, തിരുവോസ്തിയുടെ ശക്തിയാൽ, ഈ തിരുശരീരത്തിന്റെ ശക്തിയാൽ ഈ മക്കളിൽ നിന്ന്, കുടുംബത്തിൽ നിന്നും സാത്താൻ വിട്ടുപോകട്ടെ. യേശുനാമത്തിൽ ശാസിച്ച് പുറത്താക്കുന്നു. അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ ഇപ്പൊ തന്നെ ഈ ലോകം മുഴുവന്റെ മേൽ. വിശുദ്ധി ലഭിക്കട്ടെ. വിശുദ്ധിയോട് നിറയ്ക്കണേ. വിശുദ്ധി നിറയ്ക്കണേ. അപ്പൊ വിശുദ്ധി നിറയ്ക്കണം എല്ലാ ഹൃദയങ്ങളിലേക്കും. പുണ്യങ്ങൾ നിറയ്ക്കണമേ. എളിമ നിറയ്ക്കണമേ. എളിമ നിറയ്ക്കണം ഇപ്പൊ തന്നെ ഈശോയെ. പുതിയ ബന്ധക്രിസ്തു അനുഭവം ഉണ്ടാകട്ടെ. പുതിയ ബന്ധക്രിസ്തു. സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ബന്ധനടിഞ്ഞു പോകട്ടെ യേശുനാമത്തിൽ. സാത്താനെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കാൻ കഴിയട്ടെ. സമാധാനം കൊടുക്കണമേ ഈശോയെ, ഈശോയെ, ഈശോയെ. ഈ സമയത്ത് എല്ലാ മക്കൾക്കും സമാധാനം കൊടുക്കണമേ, സമാധാനം കൊടുക്കണമേ, സമാധാനം കൊടുക്കണമേ, സമാധാനം കൊടുക്കണമേ, ആശ്വാസം കൊടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ സമാധാനം എല്ലാ കുടുംബങ്ങളിലും ഈ നിമിഷത്തിൽ സംഭവിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ പേരുള്ള ബന്ധനങ്ങൾ, പാപത്തിൻ്റെ അന്ധകാര ശക്തികളുടെ ബന്ധനങ്ങളും കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിൽ പൂരിതരാകട്ടെ, നിറയട്ടെ, കൃപയാൽ നിറയട്ടെ, അഭിഷേകത്തെ നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.